പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടെ ബി.ജെ.പി. ഇ.വി.എമ്മുകളിൽ തട്ടിപ്പിന് ശ്രമിക്കുന്നുവെന്ന് മമതാ ബാനർജി. ബി.ജെ.പി. ജനവിധിയെ അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച മമത വെള്ളിയാഴ്ച പുലർച്ചെ താൻ മത്സരിക്കുന്ന ഭവാനിപൂരിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തി പരിശോധന നടത്തി. ഉദ്യോഗസ്ഥരിൽ ചിലർ സ്ട്രോങ് റൂമുകളിൽ കടക്കുന്നതും ബാലറ്റ് ബോക്സുകൾ തുറക്കാൻ ശ്രമിക്കുന്നതുമടക്കമുള്ള CCTV ദൃശ്യങ്ങളും TMC പുറത്തുവിട്ടിട്ടുണ്ട്. ഭവാനിപൂർ മണ്ഡലത്തിൽ പരിശോധനയ്ക്കെത്തിയ മമതയെ കേന്ദ്രസേന തടഞ്ഞതായും ആരോപണമുണ്ട്. പുലർച്ചെ വൈകിയും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് മുമ്പിൽ തടിച്ചുകൂടിയിരുന്നു. അനധികൃതമായി സ്ട്രോങ് റൂമുകൾ തുറക്കാൻ ശ്രമം നടത്തുന്നുവെന്നാരോപിച്ച് ബംഗാളിൽ പലയിടത്തും സംഘർഷമുണ്ടായി. ബി.ജെ.പി. ഇടപെടൽ ആരോപിച്ച് തൃണമൂൽ നേതാക്കൾ ധർണയിരുന്നു. ഭവാനിപൂർ മണ്ഡലത്തിലെ സൗത്ത് കൊൽക്കത്ത സഖാവത്ത് മെമ്മോറിയൽ സ്കൂളിലെ സ്ട്രോങ് റൂമിലാണ് മമത പരിശോധനയ്ക്കെത്തിയത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തി മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ട് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയായിരുന്നു. തൃണമൂൽ നേതാക്കളും പ്രവർത്തകരും വിവിധ സ്ട്രോങ് റൂമുകൾക്ക് മുന്നിൽ കൂട്ടത്തോടെ എത്തിയതോടെ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. അട്ടിമറി നീക്കം ആരോപിച്ച് നേരത്തെ നോർത്ത് കൊൽക്കത്തയിലെ 2 തൃണമൂൽ സ്ഥാനാർത്ഥികൾ സ്ട്രോങ് റൂമിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും EVMകളിൽ കടന്നു കയറാനും പോസ്റ്റൽ വോട്ടുകൾ അട്ടിമറിക്കാനും ബി.ജെ.പി. ശ്രമിച്ചതായി ഭവാനിപൂരിൽ രാത്രി 1 മണിയോടെ മാധ്യമങ്ങളെ കണ്ട മമതാ ബാനർജി ആരോപിച്ചു. സ്ട്രോങ് റൂമിൽ നിന്ന് മെഷീനുകൾ കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ കൊണ്ടുപോകുമ്പോൾ തട്ടിപ്പ് നടത്താനാണ് ബി.ജെ.പിയുടെ ശ്രമമെന്നും മമത പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറുകയാണ്. അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ജീവൻ നൽകി പോരാടും. പ്രവർത്തകർ EVMന് കാവൽ നിൽക്കണമെന്നും മമത ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എക്സിറ്റ് പോളുകളിലൂടെ ബി.ജെ.പി. അട്ടിമറിക്കാനുള്ള പശ്ചാത്തലം ഒരുക്കുകയാണെന്നാണ് മമതയുടെ ആരോപണം. നേരത്തെയും ബംഗാളിൽ സമാനമായ പ്രവചനങ്ങൾ ഉണ്ടായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ജനം കണ്ടതാണെന്നും മമത പരിഹസിക്കുന്നുണ്ട്. ഇതിനിടെ പ്രതിഷേധത്തിന് ശേഷം മടങ്ങിയ മമതയെ ബി.ജെ.പി. പ്രവർത്തകർ തടഞ്ഞത് പ്രദേശത്ത് ഏറെ നേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. അതേസമയം പോസ്റ്റൽ ബാലറ്റുകൾ തരംതിരിക്കുന്നതിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എത്തണമെന്ന് ബന്ധപ്പെട്ടവർക്ക് ഇമെയിൽ അയച്ചിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചു. EVM മെഷീനുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾ സീൽ ചെയ്തിട്ടുണ്ടെങ്കിലും പോസ്റ്റൽ ബാലറ്റുകൾക്കായുള്ള സ്ട്രോങ് റൂമാണ് തുറന്നതെന്നും കമ്മീഷൻ പറഞ്ഞു. സ്ട്രോങ് റൂമിൻ്റെ വരാന്തയിലാണ് തരംതിരിക്കൽ നടന്നതെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. ക്രമക്കേട് ആരോപണം ഉയർന്നതോടെ നോർത്ത് 24 പർഗനാസ് ജില്ലയിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലായി 77 ബൂത്തുകളിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്തണമെന്ന ആവശ്യം പരിശോധിച്ചു വരികയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു.